രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സജീവ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്കും ജാഥകളിലേക്കൊക്കെ കടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 എംപിമാർക്ക് മത്സരിക്കാൻ കോൺഗ്രസിൽ ഇളവ് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. കെ സുധാകരൻ, അതുപോലെ തന്നെ MK രാഘവൻ, അടൂർ പ്രകാശ് എന്നിവർ മത്സരിച്ചേക്കും. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവാണ്. വിശദാംശങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, നേരത്തെ AICC തീരുമാനിച്ചിരുന്നത് എംപിമാർക്കൊന്നും ഇളവ് നൽകേണ്ട എന്നുള്ളതാണ്. അതായത് അനാവശ്യമായ ചെലവാണ് എംപിമാർ മത്സരരംഗത്തേക്ക് വരിക എന്നുള്ളത്. ഇപ്പോൾ എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് ഈ 3 എംപിമാർക്ക് മത്സരിക്കാൻ ഇളവുണ്ടായേക്കുമെന്നുള്ള വാർത്ത വരുന്നത്? പ്രത്യേകിച്ച് ഈ 3 എംപിമാർ നേരത്തെ തന്നെ മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നല്ലോ. അമ്പിളി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കളം പിടിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ്. അതിന് വേണ്ട എല്ലാ വിട്ടുവീഴ്ചകളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് നേരത്തെ തന്നെ നമുക്കറിയാം, VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം വ്യക്തമാക്കിയതാണ്. ഇത്തരത്തിൽ മത്സര രംഗത്തേക്ക് എംപിമാരെ എത്തിക്കുന്ന കാര്യത്തിൽ മാത്രം അവർ കാര്യങ്ങൾ വ്യക്തമാക്കിയില്ല എങ്കിൽ തന്നെയും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന കാര്യം UDF അല്ലെങ്കിൽ UDFിന്റെ കാര്യത്തിൽ തന്നെ തീരുമാനമായിട്ടുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് പലപ്പോഴായി വാർത്താ സമ്മേളനങ്ങൾ അടക്കം വ്യക്തമാക്കിയതാണ്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ നിഷേധിച്ചിരുന്നു എങ്കിൽ തന്നെയും അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നൊക്കെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കം വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ വാർത്തയായി ഇപ്പോൾ 3 എംപിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തേക്ക് എത്തുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്ത അമൃത TV ബ്രേക്ക് ചെയ്യുന്നത്. അത് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഇളവ് നൽകും എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, കണ്ണൂരിൽ K സുധാകരൻ നിയമസഭയിൽ മത്സര രംഗത്തേക്ക് എത്തും. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം മത്സരത്തിന് തയ്യാറാണ് എന്ന കാര്യമടക്കം വ്യക്തമാക്കുകയും ചെയ്തത്. തീരുമാനം ഹൈക്കമാൻഡിൻ്റെതാണ് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ കോഴിക്കോട് നോർത്തിൽ MK രാഘവൻ മത്സര രംഗത്തുണ്ടാകും എന്ന കാര്യമാണ്. ഒപ്പം തന്നെ കോന്നിയിൽ അടൂർ പ്രകാശ്, നമുക്കറിയാം അടൂർ പ്രകാശിന്റെ മുൻ മണ്ഡലം കൂടിയാണ് കോന്നി. അടൂർ പ്രകാശ് മത്സര രംഗത്ത് നിന്നും മാറിയതിനു ശേഷമാണ് അവിടെ KU ജനീഷ് കുമാർ ജയിക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ അടൂർ പ്രകാശ് വീണ്ടും കോന്നിയിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 3 എംപിമാർക്ക് മത്സരത്തിന് ഇളവ് നൽകാൻ കോൺഗ്രസിൽ തീരുമാനമാകുന്നു എന്നതാണ്. അത് അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ പ്രഖ്യാപനമടക്കം, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രയടക്കം വരാൻ പോവുകയാണ്. ആ യാത്രയിലടക്കം ഇതിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ്. 2 ദിവസത്തിനകം തന്നെ ഇക്കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകും. ഒപ്പം തന്നെ ഡൽഹിയിൽ നിന്നും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നത് തന്നെയാണ്. നേരത്തെ തന്നെ പലപ്പോഴായി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്നും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം എംപിമാരെ മത്സരരംഗത്തെ, അമ്പിളി സൂചിപ്പിച്ചതുപോലെ തന്നെ എംപിമാരെ മത്സര രംഗത്തേക്ക് എത്തിക്കുന്നത് അധിക ചിലവാണ് എന്ന കാര്യത്തിൽ ഒക്കെ അഭിപ്രായ പ്രകടനങ്ങളടക്കം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയത്, എംപിമാരുടെ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലടക്കം ചില അഭിപ്രായങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യം സണ്ണി ജോസഫ് വ്യക്തമാക്കിയിരുന്നു. എംപിമാർ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം ഇല്ല എന്ന കാര്യം തന്നെ വിവിധ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കൂടുതൽ വ്യക്തത വരുന്നത്. എംപിമാർ മത്സര രംഗത്തുണ്ടാകും. ഏറ്റവും പ്രധാനമായി ഈ 3 എംപിമാരുടെ കാര്യത്തിൽ ഇളവ് നൽകാൻ ഹൈക്കമാൻഡിൽ തീരുമാനമായിട്ടുണ്ട് എന്ന വിവരമാണ്. അതിൽ ഒരു തവണ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ K സുധാകരൻ. രജിത്തിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ അടൂർ പ്രകാശ് MP നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അടൂർ പ്രകാശ് MP, ഇന്ന് UDFിന്റെ ജാഥ ആരംഭിക്കുന്ന സമയമാണ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ കോൺഗ്രസ് മത്സരിക്കുന്ന പകുതി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ വരുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. താങ്കൾ മത്സരരംഗത്തേക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സൂചനകൾ താങ്കൾ നേരത്തെ മത്സരിച്ചിരുന്ന മണ്ഡലം തന്നെയായിരുന്നു. അതായത് കോന്നിയിൽ താങ്കൾ മത്സരിച്ചേക്കുമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ വർഷങ്ങളായി താങ്കൾ മത്സരിച്ച് ജയിച്ച ഒരു മണ്ഡലം കൂടിയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് മത്സരരംഗത്ത് ഉണ്ടാകുമോ? എങ്ങനെയായിരിക്കും ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമ്പോൾ താങ്കൾ അതിലുണ്ടാകുമോ? അങ്ങനെ ഒരു തീരുമാനം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുത്തിട്ടില്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അങ്ങനെ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടിയിരിക്കുന്നത്. അവര് ഒരു തീരുമാനം എടുക്കാതെ ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്താണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് വന്നതിന് ശേഷമാണെങ്കിൽ ഞാൻ പ്രതികരിക്കാം.
ശ്രീ അടൂർ പ്രകാശ്, താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് UDF. അതുകൊണ്ട് അതിനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോന്നി ഇടതുപക്ഷത്തിൽ നിന്ന് താങ്കളാണ് അത് വർഷങ്ങളായി UDFൽ നിലനിർത്തി പോകുന്ന മണ്ഡലം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അല്ല, അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മേഖലകളിലും ആളുകളെ മത്സരിക്കാൻ വേണ്ടി ഇടുന്നത് തന്നെ വിന്നബിലിറ്റിയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ വിന്നബിലിറ്റി എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ ഒരു പഠനത്തിലൂടെ ആരൊക്കെയാണ് അതിന് പറ്റുന്ന ആളുകൾ എന്ന് നടത്തിയതിന് ശേഷം മാത്രമാണ് അതേക്കുറിച്ചൊരു തീരുമാനം കൈക്കൊള്ളത്തുള്ളൂ. അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അത് എല്ലാം അതിന്റെ ഒരു ക്ലിയറൻസ് കൊടുക്കേണ്ടിയിരിക്കുന്നത്. അവസാനമായി ഒരു കാര്യം കൂടി, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുകയും അന്ന് MP-മാരും മത്സരിക്കേണ്ട എന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് AICC എത്തി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് MP-മാരും മത്സരരംഗത്തുണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് എൻ്റെ അഭിപ്രായം എന്നുള്ളത് മാത്രമല്ല, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കേണ്ട തീരുമാനത്തിന് പകരമായി ഒരു തീരുമാനം UDF കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനങ്ങൾ ശിരസ വഹിക്കുക എന്നുള്ളത് തന്നെയാണ് എന്നെ പറയാനുള്ള ഏക കാര്യം. ശ്രീ അടൂർ പ്രകാശ്, എന്തായാലും UDFന്റെ പുതുയുഗ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഈ ആഴ്ച തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ പകുതി മണ്ഡലങ്ങളിലെയും? അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ എത്തിയോ? അതായത് കോൺഗ്രസ് ഒരു പടി മുന്നിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട്. ആ രീതിയിലൊക്കെ എങ്ങനെയാണ്? അല്ല, അത്തരം കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കന്മാരുമായി എല്ലാവരുമായി തീരുമാനം അത് എത്രയും തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഉള്ള നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. നിലവിലുള്ള MLA-മാർ ആരൊക്കെ മത്സരിക്കണം, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മത്സരിക്കാനുള്ള സീറ്റുകൾ, അത് കൂടാതെ ബാക്കിയുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ മുതിർന്ന എല്ലാവരും കൂട്ടായി ആലോചിച്ചുകൊണ്ട് തീരുമാനം എടുക്കുന്നതാണ്. വളരെയധികം നന്ദി ശ്രീ അടൂർ പ്രകാശ് MP ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, കോന്നിയിൽ അടൂർ പ്രകാശ് MP മത്സരിക്കുമെന്നുള്ള തീരുമാനം ഉടനടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൽ അദ്ദേഹം ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. എന്നാൽ MP-മാർ ആരും മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നുള്ളതിനും അദ്ദേഹം ഒരു ഉറപ്പ് പറയുന്നില്ല. നമുക്കറിയാം, സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. അതുകൊണ്ട് മത്സരിക്കാൻ മോഹവുമായി പല MP-മാരും രംഗത്തെത്തിയിരുന്നു. രജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ K. സുധാകരൻ മത്സരിക്കാൻ കണ്ണൂരിൽ താല്പര്യമുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. കോന്നിയെക്കുറിച്ച് പറയുമ്പോൾ ഇടതുപക്ഷത്തിൽ നിന്ന് ആ മണ്ഡലം പിടിച്ചെടുത്ത് ആ മണ്ഡലം നിലനിർത്തിയത് അടൂർ പ്രകാശാണ്. ഒപ്പം തന്നെ കോഴിക്കോട്ടേക്ക് വരുമ്പോൾ MK രാഘവന്റെ ഒരു സ്വാധീനം അറിയാം. ആ രീതിയിലൊക്കെ എങ്ങനെയായിരിക്കും? തീർച്ചയായും ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. UDF കൺവീനർ അടൂർ പ്രകാശ് ഇപ്പം തന്നെ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. വിന്നബിലിറ്റിയാണ് തങ്ങളുടെ ആദ്യ പ്രാമുഖ്യം നൽകുന്നത് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കി. അതായത് വിജയ സാധ്യത തന്നെയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ കോൺഗ്രസിന് സീറ്റ് നേടാൻ കഴിയുമോ, നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതാണ് അടൂർ പ്രകാശ് കോന്നിയിൽ കാലങ്ങളായി UDFന്റെ സീറ്റ് നിലനിർത്തി വന്ന MLA ആയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ആറ്റിങ്ങലിലേക്ക് MP സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് മത്സര രംഗത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഇടതുപക്ഷം ആ സീറ്റ് തിരിച്ചു പിടിക്കുന്നു. ജനീഷ് കുമാർ ആ സീറ്റ് തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് തിരികെ പിടിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിനെ തന്നെ കോന്നിയിലേക്ക് നിയോഗിക്കുമെന്ന കാര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നുമില്ല. അതേ സമയത്ത് തന്നെയാണ് K. സുധാകരൻ കണ്ണൂരിൽ വീണ്ടും മത്സരരംഗത്തേക്ക് എത്തുന്നു എന്ന കാര്യം വ്യക്തമാക്കുന്ന സൂചനകൾ ലഭിക്കുന്നത്. അതിൻ്റെ സൂചന എന്ന വണ്ണം സുധാകരൻ തന്നെ കഴിഞ്ഞ ദിവസം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുകയും അത് ഹൈക്കമാൻഡിലേക്ക് വിടുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെയാണ് MK രാഘവൻ. കോഴിക്കോട് നോർത്ത് നമുക്കറിയാം, കോഴിക്കോട് നേരത്തെ ഇടതുപക്ഷമാണ് അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇടതുപക്ഷത്തിലെ ഒരു സാഹചര്യം അനുകൂലമാക്കി എടുക്കുക എന്നത് തന്നെയാണ്
എം കെ രാഘവനെ അവിടെ മത്സരിപ്പിക്കുന്നതിലൂടെ UDF ലക്ഷ്യം വെക്കുന്നത്. എം കെ രാഘവന്റെ ജനപ്രീതി അടക്കം വ്യക്തമാണ്. ആ ജനപ്രീതി ഈ കോഴിക്കോട് നോർത്തിൽ അത് തങ്ങൾ സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ്. അത് അത്തരത്തിൽ മത്സര രംഗത്തേക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത്യാവശ്യമായ MP-മാരെ കൂടി മത്സരിപ്പിക്കാൻ തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനമുണ്ടാകുക. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ വിജയം വയ്ക്കുക, ഒപ്പം തന്നെ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ നീക്കുപോക്കുകളിലേക്ക് കോൺഗ്രസ് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് കണ്ണൂരിൽ കോന്നിയിൽ അടൂർ പ്രകാശും അതുപോലെ തന്നെ കോഴിക്കോട് നോർത്തിൽ MK രാഘവനും MP-മാരിൽ നിന്നും മത്സര രംഗത്തേക്ക് എത്തുന്നു എന്ന കാര്യം കൃത്യമാണ്. കാരണം അല്പം മുമ്പ് അദ്ദേഹം വ്യക്തമാക്കിയത് ഈ കാര്യങ്ങളൊക്കെയും ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നതെന്ന് അദ്ദേഹം പറയുമ്പോഴും വിജയ സാധ്യത തന്നെയാണ് ഈ തീരുമാനങ്ങളുടെ ഏറ്റവും പ്രധാന കാര്യം എന്ന കാര്യം കൂടി അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. അമ്പിളി, രജിത്ത്, ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഉടനുണ്ടാകുമെന്നാണ്, പ്രത്യേകിച്ച് ഈ VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഇന്ന് കാസർഗോഡ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് ഈ ആഴ്ച തന്നെ, അതായത് കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പകുതി സ്ഥാനാർത്ഥികളുടെയും പട്ടിക ഉടനുണ്ടാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ ഈ 3 പേരുടെയും പേരിനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും MP-മാരുടെ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ KPCC ഒരു കൃത്യത വരുത്തിയിരുന്നു. നമ്മൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനടക്കം അദ്ദേഹം വ്യക്തമാക്കിയത് UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. അത്തരത്തിലുള്ള ചില നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ ചർച്ചകളിൽ യോഗത്തിലടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുമ്പോഴും MP-മാർ മത്സര രംഗത്തേക്കില്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടില്ല. അത് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിലടക്കം അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു മറുപടിയാണ് നൽകിയത്. അതിൽ നിന്ന് തന്നെ സൂചിപ്പിക്കുന്നത് ഈ MP-മാരുടെ പേരുകൾ കൂടി ഒരു പക്ഷേ കോൺഗ്രസിന്റെ ആദ്യഘട്ട ലിസ്റ്റിൽ അല്ലെങ്കിൽ പിന്നീട് വരുന്ന ലിസ്റ്റിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ നേരത്തെ തന്നെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ വ്യക്തമാക്കിയാണ്. ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണത്തിലേക്ക് സജീവമായി എത്തിയത് കോൺഗ്രസ് ആയിരുന്നു. ഒപ്പം തന്നെയാണ് ഇന്ന് പുതുയുഗ യാത്രയ്ക്ക് തുടക്കമാകുന്നത്. ആ പുതുയുഗ തന്നെ വിജയ സാധ്യത തന്നെയാണ്. വിജയ സാധ്യത ശരി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 MP-മാർക്ക് മത്സരിക്കാൻ കോൺഗ്രസിൽ ഇളവ്. K സുധാകരൻ, അതുപോലെ തന്നെ MK രാഘവൻ, അടൂർ പ്രകാശ് എന്നീ 3 MP-മാർ മത്സരിച്ചേക്കുമെന്നുള്ളതാണ് അമൃത ന്യൂസ് പറയുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത്ത്. എന്തായാലും കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 3 MP-മാർക്ക് ഹൈക്കമാൻഡ് ഇളവ് നൽകുകയാണെങ്കിൽ നേരത്തെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. പ്രത്യേകിച്ച് കണ്ണൂരിലേക്ക് വരുമ്പോൾ സുധാകരൻ്റെതും, അതുപോലെ തന്നെ കോഴിക്കോട്ടേക്ക് വരുമ്പോൾ MK രാഘവൻ്റെതും, പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അടൂർ പ്രകാശിൻ്റെയൊക്കെ വ്യക്തിപ്രഭാവം, ഈ നേതാക്കളുടെ സ്വാധീനം, അങ്ങനെ ഒരു ഭരണമാറ്റത്തിനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കാൻ തന്നെയാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തീരുമാനിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത്ത്.